ഒരാണ് ഒരു പെണ്ണിനെ, അത് വുമൻസ് ബോക്സിങ്ങിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് അത് വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇത് റിയാക്ട് ചെയ്യാൻ ഒരു മലയാളത്തിൽ ആരുമില്ല. വെരി ബാഡ്, വെരി ബാഡ്, വെരി ബാഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കുറയും എന്നുള്ള പേടിയാണോ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഗൈസ്, ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം വളരെ മറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ കാരണം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം നമ്മളൊന്ന് ട്രാക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യൂ കൗണ്ടൊക്കെ ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ചാനൽ ഭയങ്കര കഷ്ടപ്പാടായി പോവും, ഞാനും ഭയങ്കര കഷ്ടപ്പാടിലേക്ക് ആയിപ്പോവും. അതുകൊണ്ട് ലൈക്ക് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻറ്റപ്പൻ ടോക്കീസ്, ആൻഡ് ദിസ് ഈസ് RJ ആൻറ്റപ്പൻ. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ എപ്പിസോഡ്. ഒന്നും കൂടെ ഒരു വെൽക്കമിങ് തരാണ്. ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ വയനാട് വിഷയം ഇങ്ങനെ കത്തി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ അതിന് റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ചീഫ് മിനിസ്റ്ററിൻ്റെ ഇതായിട്ടുള്ള നമ്മളിപ്പം എന്തെങ്കിലും കാശോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതുവഴി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ ഇന്ന് സൈഡിൽ കൊടുക്കുക. കാരണം പിന്നെയും അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് റോങ് മെസ്സേജസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അതിൻ്റെ ചിലതിൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ ഈ ഇതിൽ നമ്മൾ ഫണ്ട് കൊടുക്കാൻ പാടില്ല, അത് പിന്നീട് വേറെ രീതിയിൽ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളുടെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു സോഴ്സ് പോകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജാതി രാഷ്ട്രീയം പറയാതിഷ്ടമാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വയനാടാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഫോക്കസ് ചെയ്ത് സംസാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു വിഷയം. എന്നാൽ കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസാസ്റ്റർ ടൂറിസം അവോയ്ഡ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒളിമ്പിക്സ് 2024 ബോക്സിങ് അതൊരു വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ട്വിറ്റർ കയറി കണ്ട്, അതായത് ഇപ്പോഴത്തെ എക്സിൽ കയറി നോക്കി ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരുടെ കമൻറ്റും അതുപോലുള്ള പോസ്റ്റുകളും സംഭവങ്ങളും എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൺഫ്യൂസിങ് ആയിട്ടുള്ള പല സംഭവങ്ങളും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ട്രാൻസ് വുമൺ എങ്ങനെയാണ് വുമണായിട്ട് കൺസിഡർ ചെയ്യപ്പെടുക, അതൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഇനി പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2023 ഒളിമ്പിക്സിലല്ല 2023 ഇതുപോലെ തന്നെ എന്തൊക്കെയോ ജെൻഡർ ടെസ്റ്റുകളെല്ലാം ഫെയിലായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് റൂമേഴ്സും ട്രോളുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പക്ഷേ മലയാളത്തിൽ ഇതാരും ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. മേ ബി പല വിഷയങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന മലയാളികൾക്ക് നല്ല പേടിയുണ്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട്. എസ്പെഷ്യലി ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷയമാവും എന്നുള്ള പേടി ഭയങ്കരമായിട്ട് ആൾക്കാർക്കുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോൾ പലരുടെയും കൺഫ്യൂഷൻ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പ്രോപ്പർ സ്ത്രീ അല്ലാത്ത ആരുമാണ് ഈ പറയുന്നത് പോലെ തന്നെ ബോക്സിങ്ങിൽ ഫൈറ്റ് ചെയ്ത് ഏകദേശം 46 സെക്കൻഡ്സിനുള്ളിൽ ഓപ്പോസിറ്റ് ബോക്സർ ക്വിറ്റ് ചെയ്തിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും എനിക്ക് ഇതുവരെയും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹിറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരി ക്വിറ്റ് ചെയ്ത് പോയി, അവർ ജയിക്കുകയും സംഭവങ്ങളും ഒക്കെ ഉണ്ടായല്ലേ. അപ്പോൾ ആ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം മൂടി വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പുരുഷ വിഭാഗത്തിലേക്ക് ഏതെങ്കിലും സ്ത്രീകൾ ട്രാൻസ് മെന്നായിട്ട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് XY ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളൂ എന്നൊരു സംശയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നോക്കി, പക്ഷേ എനിക്ക് എവിടെയും കാണാനോ അതൊന്നും പറ്റിയില്ല. അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ ഞാൻ പുറകെ പറയാം. എനിവേസ്, എന്തായാലും ഇതിൽ ഒരു എടുത്ത് പറയേണ്ടതും നമ്മൾ മനസ്സിലാക്കിയതിൽ ഒരു വലിയ തെറ്റും, നമ്മൾ എന്ന് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല. പക്ഷേ ഒരുവിധം കുറേ പേരൊക്കെ ഇത് മനസ്സിലാക്കി വെച്ചിരുന്നത്,
ട്രാൻസ് വുമൺ ആണ് ഈ പറയുന്ന പോലെ തന്നെ അൾജീരിയ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഇമാനി കാലിഫ് എന്ന് പറയുന്ന ബോക്സിംഗ് പ്ലെയർ ആക്ച്വലി ഒരു ട്രാൻസ് വുമൺ ആണ് എന്നുള്ളൊരു സംശയം ആൾക്കാർക്കുണ്ട്. പ്രോപ്പർ വുമൺ അല്ല എന്നുള്ളൊരു സംശയം പലർക്കും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആക്ച്വലി അതിനകത്ത് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലിയർ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒളിമ്പിക്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സംഭവങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. സോ അപ്പോൾ അതൊന്നും നമുക്ക് ആദ്യം കാണാം അല്ലേ. The Algerian boxer was born female, was registered female, lived her life as a female, boxed as a female, has a female passport. This is not a transgender case. I know you're not saying that, but there has been some confusion that somehow it's a man fighting a woman. This is just not the case. This woman has competed for a very, very long time in women's sport against many opponents. In fact, against Italian boxers twice in the last couple of years, I think. So I think if you start working on all suspicions, then we end up very much heading towards a gender testing regime, which is not good for anybody. യെസ്, അപ്പോൾ അതിൽ പറയുന്ന ആ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ പറയുന്ന വ്യക്തി, ഈ ഇമാനി എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി ആരാണ്? ഒരു ബൈ ബർത്തിൽ അറ്റ് ബർത്ത് ഫീമെയിലായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി നമുക്ക് ഒരിക്കലും ട്രാൻസ് വുമണെന്നോ ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഷീ ഈസ് എ ഫീമെയിൽ. അതുകൊണ്ട് തന്നെയാണ് ഫീമെയിൽ കാറ്റഗറിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ 2023 ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒളിമ്പിക്സ് എന്നാണ് പറഞ്ഞത്. എന്നാൽ 2023 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഈ പറയുന്നത് പോലെ തന്നെ ഫൈനലിൽ റീച്ച് ആയപ്പോൾ എന്ത് പറ്റി? ഭയങ്കരമായിട്ടുള്ള ചർച്ചകളും ബാക്കി കാര്യങ്ങളും എല്ലാം വന്ന് അതിലൊരു ടെസ്റ്റ് കാര്യങ്ങൾ വന്നു. അങ്ങനെ അതിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ പുറകെ ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. എന്നാലും അങ്ങനെ മാറേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത വിഷയം എന്താണ്? അപ്പോൾ ട്രാൻസ് വുമൺ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ്? അതാണല്ലോ പിന്നെ വരുന്ന ഒരു കൺഫ്യൂഷൻ. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ പുറകിലുള്ള, അതായത് ഇമാനി കാലിഫിൻ്റെയിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് DSD. അതെന്തരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതുപോലെ തന്നെ ജെനറ്റൽസും എല്ലാം മിസ്മാച്ച് ചെയ്യപ്പെട്ടിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. പക്ഷെ ബൈ ബർത്ത് ചിലപ്പോൾ അവർ ഫീമെയിൽ ആയിരിക്കാം, മെയിലായിരിക്കാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ആക്ച്വലി ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഇമാനി കാലിഫ് എന്ന് പറയുന്നത് DSD-S എന്നും കൂടെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അതിനെ പറയാമെന്ന് തോന്നുന്നു. ഡിസോർഡർ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉള്ള ഒരാളാണ്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. അല്ലാതെ പലരുടെയും കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ് വുമൺ ആണ് വന്ന് ഫൈറ്റ് ചെയ്തത്, അതായത് ടെക്നിക്കലി ഷീ ഈസ് എ മെയിൽ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റിൽ ഈ പറയുന്ന പോലെ എന്തായാലും ഒളിമ്പിക്സിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കീപ്പ് ചെയ്ത് ടെസ്റ്റൊക്കെ കയറിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ഈ പറയുന്ന പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ബിക്കോസ് അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്ന് ജെൻഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് അവർക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഫ്രീഡവും എല്ലാം പല രാജ്യങ്ങളും കൊടുത്തിട്ടുമുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ചില പുരുഷന്മാർ സ്ത്രീകളാണെന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പലയിടങ്ങളിൽ വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പലയിടത്തും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോമൺ ആയിട്ട് അവരെല്ലാവരും ജനിച്ച് വളർന്നു വന്ന സമയത്ത് ആകെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് രണ്ട് ഈ പറയുന്ന പോലെ ആണ് പെണ്ണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മുടെ മുൻ തലമുറയോ അല്ലെങ്കിൽ ഇപ്പോഴത്തവർക്കൊക്കെയോ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആക്ച്വലി എവിടെയുണ്ട്? ഈ സംഭവങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കോമൺ പ്രശ്നമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വിഷയത്തിൽ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയാൻ പലർക്കും പേടിയാണ്. എസ്പെഷ്യലി നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമൻറ്റ് പാസ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയും കൂടിയാണ്. ഞാൻ അപ്പോൾ അത് മേ ബി അതുകൊണ്ടാണോ ഇനി ഇതിനെപ്പറ്റി ആരും വീഡിയോ ചെയ്യാതിരുന്നതെന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ ആരും ചെയ്യാതിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ മുതലേ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ
ഈ ഭൂമിയിൽ ജനിച്ച് വീണിട്ടുള്ള ഒരു ജീവജാലങ്ങളുടെയും ജീവിക്കുന്നതിനുള്ള അവകാശങ്ങളൊന്നും പാടില്ല എന്നോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്കും എൻ്റേതായിട്ടുള്ള കൺസെപ്റ്റുകളിൽ ശരി തെറ്റുകളുണ്ട്. അത് പല വീഡിയോസിലും പല കാര്യങ്ങളിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരവരുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്നതിലും അതിനനുസരിച്ച് ജീവിച്ചു പോകുന്നതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ വിഭാഗത്തിലുള്ളവർ ഒരിക്കലും ജീവിക്കാൻ പാടില്ല അങ്ങനെയുള്ള കൺസെപ്റ്റൊന്നും എനിക്കില്ല. അതെല്ലാം അതൊക്കെ ടു പേഴ്സൺ അതങ്ങനെ പോകുന്നതാണ്. പിന്നെ സയൻസ് എല്ലാത്തിനും ഒരു ഉത്തരം കാലം പോകുന്തോറും കൊണ്ടുവന്നോളും എന്നേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വേണ്ടതാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ എന്തായാലും സയൻസ് തന്നെ കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കാര്യം പലരും അതിനകത്ത് ഇടുന്ന പല 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 സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ബയോളജിക്കൽ മെയിൽ വോൺ ദ വുമൻസ് ബോക്സിംഗ് മാച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാനായിരുന്നു ആക്ച്വലി ഈ വീഡിയോ ചെയ്തത്. കാരണം മലയാളത്തിൽ ഇതാരും ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് ചെയ്തത്. അതുപോലെ ഒളിമ്പിക്സിൽ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ ഞാനിത് നിലവിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തൊട്ട് മുമ്പ് വീഡിയോ ഓണാക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഏകദേശം 3 മെഡൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ പോപ്പുലേഷൻ്റെ കാര്യം ഇതൊന്നും ഞാനെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലോകത്ത് തന്നെ നമുക്ക് അത്രമാത്രം പോപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും നമുക്ക് മെഡൽ നേടാൻ പറ്റാത്തത്? അതിന് കൃത്യമായിട്ട് സുനിൽ ഛേത്രി ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാനിതിനകത്ത് ആഡ് ചെയ്യാം. 1.5 बिलियन होने के बावजूद हमारे मेडल नहीं आते हैं, ये फैक्चुअली करेक्ट इसलिए नहीं है क्योंकि हम 1.5 बिलियन लोगों का टैलेंट को राइट टाइम पे आइडेंटिफाई और नर्चर नहीं करते हैं. അതൊരു വലിയ ഫാക്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് അവിടെ നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്നും സ്പോർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരെണ്ണം മാത്രമാണ്, ക്രിക്കറ്റ്. ഇന്നും ഫുട്ബോളൊന്നും വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ISL പോലെ അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് ഇവൻറ്റ്സ് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം അതിനെ ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഇന്നും അതിനൊരു കരിയറായിട്ടൊന്നും എടുക്കാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ക്രിക്കറ്റിനെ പിന്നെയും സമ്മതിക്കും, പക്ഷെ എന്നാൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ അതില്ല. മറ്റ് സ്പോർട്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമില്ല. ആൻഡ് വുമൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ചുറ്റുപാടും ഒക്കെയുള്ള ആൾക്കാർക്കും പഠിച്ചാൽ മതി, പഠിച്ച് ഏതെങ്കിലും ജോലിയിലൊക്കെ കയറി ഈ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ജീവിച്ചു പോവുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. which is actually very stupid. അപ്പോൾ എന്തായാലും അതിലൊക്കെ ഒരുപാട് മാറ്റം വരണം. സുനിൽ ഛേത്രി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വേറിലേ കണ്ടുപിടിച്ചു അത് പുറം രാജ്യങ്ങളെല്ലാം നമുക്കൊരു എക്സാമ്പിൾ ആക്കി എടുത്തു. കാരണം നമുക്ക് അത്രയും പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒളിമ്പിക്സിലൊന്നും മുന്നേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കേട് തന്നെയാണ്. എന്തായാലും അതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം ഒരു മാറ്റമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ബട്ട് അതിനൊക്കെ മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്തിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ അത് രണ്ടും ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ ആൻഡ് അപ്പ് സൈനിങ് ഓഫ്.